കേരള PSC HSA മാത്തമാറ്റിക്സിലെ മെട്രിക്സ് ഓൾജിബ്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മുതൽ പറയുന്ന ഹയർ ടോപ്പിക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് മെട്രിസസ് ആണ്. നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബേസിക് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് മെട്രിസസ് ഏതൊക്കെയാണെന്നുള്ളത്. അതൊന്ന് നമുക്ക് റിവൈസ് ചെയ്യാം. റോ മെട്രിക്സ്, കോളം മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ്, സ്കെലാർ മെട്രിക്സ്, സീറോ മെട്രിക്സ്, ഐഡന്റിറ്റി മെട്രിക്സ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡെഫിനേഷൻസും പ്രോപ്പർട്ടീസും ഒക്കെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം. റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു റോ മാത്രമുള്ള മെട്രിക്സ് ആണ്. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിലൊരു കോളം മാത്രമേ ഉണ്ടാവുള്ളൂ. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സ് ആണ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എൻട്രീസ് ഒഴികെയുള്ള ബാക്കി എല്ലാ എലമെൻസും സീറോസ് ആയിട്ടുള്ള മെട്രിക്സ് ആണ്. സ്കെലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ എൻട്രീസ് എല്ലാം സെയിം ആയിരിക്കും. സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ എലമെൻസും സീറോ ആയിട്ടുള്ള മെട്രിക്സിനെയാണ് സീറോ മെട്രിക്സ് എന്ന് പറയുന്നത്. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്കെലാർ മെട്രിക്സ് ആയിരിക്കും. അതിൽ സ്കെലാർസ് അതായത് ഡയഗണൽ എൻട്രീസ് എല്ലാം 1 ആയിരിക്കണം. ഓക്കെ, അതായത് റോ മെട്രിക്സ്, വരി മെട്രിക്സ്, നിര മെട്രിക്സ്, സമചതുര മെട്രിക്സ്, വികർണ മെട്രിക്സ്, അദിശ മെട്രിക്സ്, സീറോ മെട്രിക്സ്, അനന്യ മെട്രിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെട്രിസസ് ആണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്: സിമെട്രിക്, സ്ക്യൂ സിമെട്രിക് മെട്രിസസ്, ഹെർമീഷ്യൻ, സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിസസ്, അതുപോലെ തന്നെ ഐഡംപൊട്ടന്റ് മെട്രിസസ്, ഇൻവല്യൂട്ടറി മെട്രിസസ്, നീൽ പൊട്ടന്റ് മെട്രിസസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് ഡെഫിനേഷൻസ് പഠിച്ചു മെട്രിസസിനെ റിലേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഡെഫിനേഷൻസ് ഒക്കെയും ഈ ഒരു പ്രത്യേക മെട്രിസസിൽ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് ഇത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി വരുന്ന വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയഗണൽ മെട്രിക്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെട്രിക്സ് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നുകൂടെ റിവൈസ് ചെയ്യാണ്. ഡയഗണൽ മെട്രിക്സ് എന്താണെന്ന് നിങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡയഗണൽ എലമെൻറ്റ്സ് ഒഴികെയുള്ള ബാക്കി എല്ലാ എലമെൻറ്റ്സും സീറോ ആവുന്ന മെട്രിക്സ് ആണ്. നോൺ ഡയഗണൽ എൻട്രീസ് എല്ലാം സീറോ ആവുന്ന മെട്രിക്സ് ആണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇതൊക്കെയായിരുന്നു: ദ ഡിറ്റർമിനന്റ് ഓഫ് ദ ഡയഗണൽ മെട്രിക്സ് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ്. ഡയഗണൽ മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഡയഗണൽ എൻട്രീസിൻ്റെ പ്രോഡക്റ്റ് ആണ്. പിന്നെ ദ അഡ്ജോയിന്റ് ഓഫ് ദ ഡയഗണൽ മെട്രിക്സ് ഈസ് എഗെയിൻ എ ഡയഗണൽ മെട്രിക്സ്. അതായത് ഒരു ഡയഗണൽ മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് വീണ്ടും അതൊരു ഡയഗണൽ മെട്രിക്സ് തന്നെയാണ് കിട്ടുക. നെക്സ്റ്റ്, ദ ഇൻവേഴ്സ് ഓഫ് എ ഡയഗണൽ മെട്രിക്സ് ഈസ് എഗെയിൻ ഡയഗണൽ. ഡയഗണൽ മെട്രിക്സിന്റെ ഇൻവേഴ്സ് ഒരു ഡയഗണൽ മെട്രിക്സ് തന്നെയായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡയഗണൽ മെട്രിക്സിന്റെ പ്രോപ്പർട്ടീസിൽ പറഞ്ഞതാണ്. പക്ഷേ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെട്രിക്സസ് പറയുമ്പോൾ എനിക്ക് ഡയഗണൽ മെട്രിക്സിൽ നിന്ന് തുടങ്ങിയേ മതിയാവുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ഇതൊന്നും കൂടി റിവൈസ് ചെയ്ത് വെക്കുക, നന്നായിട്ട് ഉറപ്പിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത മെട്രിക്സ് എഴുതാം. രണ്ടാമത്തെ എഴുതാൻ നോക്കാം. സെക്കൻഡ് വൺ നമ്മൾ പറയുന്നത് ട്രയാങ്കുലർ മെട്രിസസ്. നമുക്ക് രണ്ട് തരത്തിലുള്ള ട്രയാങ്കുലർ മെട്രിസസ് ആണുള്ളത്. ഒന്ന് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്, ഒന്ന് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. കാരണം നമുക്ക് ഏഗൻ വാല്യൂസ്, ഏഗൻ വെക്ടേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ വരുമ്പോൾ അവിടെ അധികം നമുക്ക് തരാൻ സാധ്യത ഒന്നുകിൽ ലോവർ ട്രയാങ്കുലർ മെട്രിസസ്, അല്ലെങ്കിൽ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്, അല്ലെങ്കിൽ ഡയഗണൽ മെട്രിക്സ് എന്നുള്ള കേസൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്താണെന്നുള്ളത് തന്നെ എക്സാമിന് ഡയറക്റ്റ് ആയിട്ട് ആ ഡെഫിനേഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. എ സ്ക്വയർ മെട്രിക്സ് ഈസ് കോൾഡ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ഇഫ് ഓൾ എൻട്രീസ് എബവ് ദ മെയിൻ ഡയഗണൽ ആർ സീറോ. ഒരു സമചതുര മെട്രിക്സ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ മെയിൻ ഡയഗണൽ ഉണ്ടാവില്ലേ, ആ ഡയഗണലിൻ്റെ മുകളിലുള്ള എല്ലാ എലമെൻസും സീറോ ആയിരിക്കണം. താഴെ സീറോ ആവാം, നോൺ സീറോ ആവാം. ഓക്കെ, ഒരു സ്ക്വയർ മെട്രിക്സ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ഡയഗണലിന് മുകളിലുള്ള എല്ലാ എലമെൻസും സീറോ ആയിരിക്കണം. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ലോവർ സൈഡിലായിരിക്കണം ഒരു നോൺ സീറോ എലമെൻസിൻ്റെ ട്രയാങ്കിൾ ഫോം ചെയ്യേണ്ടതെന്ന് ഓർത്ത് വെച്ചാലും മതി. ഓക്കെ, ഉദ്ദേശിക്കുന്ന ഇതാണ്. അതായത് ഇവിടെ കണ്ടില്ലേ, ലോവർ ട്രയാങ്കുലാർ, ഇവിടെയാണ് നോൺ സീറോ ആയിട്ടുള്ളത് വരുന്നത്. ഓക്കെ, ഇങ്ങോട്ടേക്കുള്ളത് എലമെൻ്റ് എല്ലാം സീറോ ആണ്. അതായത് ഞാൻ ഈ പേരുമായിട്ട് കണക്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ലോവർ ട്രയാങ്കുലാർ നോൺ സീറോ എലമെൻറ്റ്സ് വരുന്നത് ഇതിന് താഴെയായിരിക്കും. ഓക്കെ, ഈ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സിന് താഴെയാണ്. ഓക്കെ, മെയിൻ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ മുകളിലുള്ള എല്ലാ എലമെൻറ്റ്സും സീറോ ആവുന്ന സമചതുര മെട്രിക്സുകളെയാണ് നമ്മൾ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 2/2 വരുമ്പോൾ എക്സാമ്പിൾ പറയാം. 2/2 വരുമ്പോൾ എക്സാമ്പിൾ 2
0 1 2. ഓക്കെ, ഇവിടെ കണ്ടില്ലേ മെയിൻ ഡയഗണൽ, ആ മെയിൻ ഡയഗണലിന് മുകളിലുള്ള എല്ലാ എലമെന്റ്സും 0 ആണ്. ഓക്കെ, നെക്സ്റ്റ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. A square matrix is called upper triangular if all entries below the main diagonal are 0. അതായത് ഒരു സമചതുര മെട്രിക്സ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെന്ന് പറയണമെങ്കിൽ മെയിൻ ഡയഗണലിൽ താഴെയുള്ള എല്ലാ എലമെന്റ്സും 0 ആയിരിക്കണം. ഓക്കെ, മെയിൻ ഡയഗണലിൽ താഴെയുള്ള എല്ലാ എലമെന്റ്സും 0 ആയിരിക്കണം. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. 5 3 1 0 0 5 0 0 1. ഇതിൻ്റെ മെയിൻ ഡയഗണൽ ഇതാണ്. ഇതിൻ്റെ താഴെയുള്ള എല്ലാ എലമെന്റ്സും 0 ആണ്. അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് നമ്മൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതിൽ നോൺ സീറോ എൻട്രീസ് എവിടെയാണ് വരിക? ഡയഗണലിൻ്റെ മുകൾ ഭാഗത്താണ് വരിക. അങ്ങനെയാണെങ്കിൽ അപ്പർ ട്രയാങ്കുലർ ഓർത്ത് വെക്കാൻ എളുപ്പമായിരിക്കും, കൺഫ്യൂഷൻ ആയി പോകരുത്. അതുപോലെ ഇപ്പോൾ ഇവിടെയുള്ള എലമെന്റ്സ് എല്ലാം എപ്പോഴും നോൺ സീറോ ആവണമെന്നില്ല, 0യും വരാം. കണ്ടില്ലേ, ഇവിടെ 0 വന്നിട്ടുണ്ട്. ഞാൻ വേറൊരു എക്സാമ്പിൾ എഴുതാം. 5 -3 0 0 1 0 and 0 0 3. ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും നമുക്ക് ഇതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന് എക്സാമ്പിൾ ആണ്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ മെയിൻ ഡയഗണലിന് താഴെയുള്ള എല്ലാ എൻട്രീസും 0 ആണ്. മുകളിലെ എല്ലാ എൻട്രീസും നോൺ സീറോ അല്ല, നോൺ സീറോ എൻട്രീസ് ഉണ്ട്, പക്ഷെ ഇത് രണ്ടും എന്താണ്? 0 എൻട്രീസ് ആണ്. അപ്പോൾ ഇവിടെ മെയിൻ ഡയഗണലിലും അതിൻ്റെ മുകൾ ഭാഗത്തും 0 എൻട്രി വരാതിരിക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഡെഫിനിഷൻ പറയേണ്ടത്. നമ്മൾ ആ ഡെഫിനിഷൻ 4 തരത്തിൽ തന്നിട്ടാണ്, ഓപ്ഷൻ തന്നിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ബിലോ ദ മെയിൻ ഡയഗണലിന് താഴെയുള്ള എല്ലാ എലമെന്റ്സും 0 ആയിട്ടുള്ള മെട്രിക്സിനെയാണ്, സമചതുര മെട്രിക്സിനെയാണ് നമ്മൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. A triangular matrix is one that is either lower triangular or upper triangular. അതായത് ഒരു ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കും. A matrix is both upper triangular or lower triangular is called diagonal matrix. ഇനി ഒരു മെട്രിക്സ് അത് അപ്പർ ട്രയാങ്കുലറും ആണ് ലോവർ ട്രയാങ്കുലറും ആണ് എന്ന് പറഞ്ഞാൽ അതൊരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും, അല്ലേ? നമുക്ക് അപ്പർ ട്രയാങ്കുലറും ലോവർ ട്രയാങ്കുലറും ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞാൽ മെയിൻ ഡയഗണലിന് മുകളിലുള്ള എലമെന്റ്സും 0 ആവാം, മെയിൻ ഡയഗണലിന് താഴെയുള്ള എലമെന്റ്സും 0 ആവാം. അതായത് മെയിൻ ഡയഗണലിലെ എലമെന്റ്സിന് മാത്രം നോൺ സീറോ എൻട്രീസ് വരാം. അങ്ങനെയാണെങ്കിൽ അത് എന്തായിരിക്കും? ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് inverse of an invertible lower or upper triangular matrix is again a lower or upper triangular matrix. അതായത് നമ്മളൊരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഇൻവേഴ്സ് എടുത്താൽ അതൊരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് തന്നെയായിരിക്കും. ഒരു അപ്പർ ട്രയാങ്കുലറിന്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് തന്നെയായിരിക്കും. നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ദ ഡിറ്റർമിനന്റ് ഓഫ് എ ട്രയാങ്കുലർ മെട്രിക്സ് ഇസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എൻട്രീസ്. അതായത് ഒരു ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഡയഗണൽ എൻട്രീസിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. ഇത് തന്നെയാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സിന്റെയും പ്രോപ്പർട്ടി ഉള്ളത്. ഡയഗണൽ മെട്രിക്സിന്റെയും ഡിറ്റർമിനന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ഡയഗണൽ എൻട്രീസിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പർ ട്രയാങ്കുലർ ആണെങ്കിലോ ലോവർ ട്രയാങ്കുലർ ആണെങ്കിലോ ഇതേ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 1 3 0 5. ഡിറ്റർമിനന്റ് എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് A ഈക്വൽ ടു ദിസ് ഇസ് A. 1 into 5 minus 0 that is equal to 5. എന്താണ്? 1 into 5 അല്ലേ പ്രോഡക്റ്റ്? വേണമെങ്കിൽ 3/3 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. B equal to 1 2 5 0 1 3 and 0 0 2. ഓക്കെ, നമുക്ക് ഈ ഒരു കോളത്തിൽ നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യാം. ഡിറ്റർമിനന്റ് ഓഫ് B ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 1 into 2 minus 0. ബാക്കി ഒന്നും കിട്ടില്ലല്ലോ. അപ്പോൾ എന്താ കിട്ടുന്നത്? 1 into 2. അതായത് 1 into 1 into 2 ദാറ്റ് ഈസ് 2 ആണ് ഇതിൻ്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊരു ഡയഗണൽ എൻട്രീസ് 0 ആണോ നോക്കിയിട്ട് നമുക്ക് ചിലപ്പോൾ സിംഗുലർ മെട്രിക്സ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൽ ഡയഗണൽ എൻട്രി ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ ഡിറ്റർമിനന്റ് ഒന്നും കണ്ടുപിടിക്കാൻ പോകണ്ട. ഓക്കെ, എളുപ്പ വഴികളാണിത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ഡയഗണൽ മെട്രിക്സ് പഠിച്ചു, അപ്പർ ട്രയാങ്കുലർ ഓർ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത നോക്കാം. നെക്സ്റ്റ് എല്ലാവർക്കും പരിചയമുള്ളതാണ് സിമെട്രിക് മെട്രിക്സ്, സമമിത മെട്രിക്സ്. നമ്മൾ +2 ടോപ്പിക് ആണല്ലേ. നമ്മളിതിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
ഒരു സമചതുര മെട്രിക്സ് എ ഈക്വൽ ടു എ ij ഒരു സമമിത മെട്രിക്സ് ആകണമെങ്കിൽ എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആയിരിക്കണം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാറ്റഗറി ആണ് കേട്ടോ, സിമെട്രിക് മെട്രിക്സ്. നമുക്ക് സിമെട്രിക് മെട്രിക്സ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അത് സിമെട്രിക് ആണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണിത്. ഓക്കെ, ഇപ്പോൾ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആയ മെട്രിക്സിനെയാണ് നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആയ സമചതുര മെട്രിക്സിനെയാണ് നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ എലമെന്റ്സ് എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ഐ ജെത്തെ എലമെന്റും എ ജെ ആയത്തെ എലമെന്റും ഈക്വൽ ആയിരിക്കും. ഐ ജെത്തെ എലമെന്റും ജെ ആയത്തെ എലമെന്റും ഈക്വൽ ആയിരിക്കും. അതായത് 1/2th എലമെന്റും 2/1th എലമെന്റും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 1 3 5 3 0 2 5 2 5. ഓക്കെ, ഇവിടെ നമുക്ക് എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും കിട്ടുന്നത് ഇതിൻ്റെ എ ട്രാൻസ്പോസ് എടുത്ത് നോക്കാം. നമുക്ക് എ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ 1 3 5 3 0 2 ആൻഡ് 5 2 5 ഇത് തന്നെയല്ലേ എ തന്നെയല്ലേ കിട്ടിയത്. എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആവുന്ന മെട്രിക്സിനെയാണ് നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ഇതിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, എ എന്ന് പറയുന്ന ഒരു സിമെട്രിക് മെട്രിക്സ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 1 3 0 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതേ എൻട്രീസ്, അതായത് ഇവിടെയാണ് A21 വരുന്നത്. അപ്പോൾ A12 വരുന്നത്. അപ്പോൾ A21th എലമെന്റും ഈക്വൽ ആവണം. അപ്പോൾ ഇതേ റോ ആയിരിക്കണം, ഫസ്റ്റ് റോ തന്നെ ആയിരിക്കണം ഫസ്റ്റ് കോളം വരുന്നത്. അപ്പോൾ ഇവിടെ 3 0, ഇവിടെ ഞാൻ 2 എന്നിട്ട് കഴിഞ്ഞാൽ 2 3 2 5 എന്നിട്ടു. അങ്ങനെയാണെങ്കിൽ ഈ 3 2 5 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോ തന്നെ ആയിരിക്കണം സെക്കൻഡ് കോളം. 3 2 5 ഡയഗണൽ എൻട്രീസ് ആണ് പിന്നെ വരുന്നത്, കോമൺ എലമെന്റ് ആണ് വരിക. അപ്പം ഇവിടെ ഒരു സെൽ. ഇങ്ങനെയാണ് നമ്മൾ സിമെട്രിക് മെട്രിക്സിനെ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ സിമെട്രിക് മെട്രിക്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. എ ആൻഡ് ബി ആർ സിമെട്രിക് മെട്രിസസ്. എയും ബിയും സിമെട്രിക് മെട്രിസസ് ആണെങ്കിൽ എന്തായിരുന്നു, നമുക്ക് സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണ് അല്ലേ. സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണെന്ന് പറയാം. അതുപോലെ തന്നെ ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടീസ്, എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു, നമുക്ക് അറിയുന്ന കാര്യമാണല്ലേ, എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ്. അതായത് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ്. എയും ബിയും സിമെട്രിക് ആയതുകൊണ്ട് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്, ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ബി തന്നെയാണ്. അതായത് എ പ്ലസ് ബിയുടെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ എ പ്ലസ് ബി തന്നെ കിട്ടി. അതായത് നമുക്ക് പറയാം എ പ്ലസ് ബി എന്ന് പറയുന്നതും ഒരു സിമെട്രിക് ട്രാൻസ്പോസ് ആയിരിക്കും, സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. എ പ്ലസ് ബി ഈസ് again a symmetric matrix. Okay. ഇനി a മൈനസ് ബി ആണെങ്കിലോ, എയും ബിയും സിമെട്രിക് മെട്രിസസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ മൈനസ് ബി ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു, ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ് എന്ന് എഴുതാം. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ സിമെട്രിക് ആയതുകൊണ്ട് അത് എ തന്നെ ആയിരിക്കും മൈനസ് ബി. അതായത് ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ അത് തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് പറയാം എ മൈനസ് ബി ഈസ് എ സിമെട്രിക് മെട്രിക്സ്. whenever a and b are symmetric കേട്ടോ. അല്ലാത്ത കേസിൽ പറ്റില്ലേ, എ പ്ലസ് എയും ബിയും സിമെട്രിക് ആണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് ഇവിടെ നമുക്ക് എ പ്ലസ് ബിയും എ മൈനസ് ബിയും സിമെട്രിക് ആവുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് പ്രോപ്പർട്ടി. നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടി നോക്കാം. ഇനി എ എന്ന് പറയുന്ന സിമെട്രിക് ആണ്, എ ഈസ് സിമെട്രിക്. അതുപോലെ തന്നെ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദെൻ എ ഇൻവേഴ്സ് എന്ന് പറയുന്നതും സിമെട്രിക് ആയിരിക്കും. ഓക്കെ, എ എന്ന് പറയുന്ന സിമെട്രിക് മെട്രിക്സ് ആണ്, എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഇൻവേഴ്സും ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറഞ്ഞാൽ ആ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ കിട്ടണം, അത്രയേ ഉള്ളൂ കേട്ടോ. എ ഇൻവേഴ്സിന്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കാം. നമുക്ക് ഇതിനെ ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടീസിലും ഇൻവേഴ്സിന്റെ പ്രോപ്പർട്ടീസിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ഒരു സിമെട്രിക് മെട്രിക്സ് ആയതുകൊണ്ട് എ തന്നെയാണ് എ ഇൻവേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എ ഇൻവേഴ്സ് ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ഇൻവേഴ്സ്, ദെൻ എ ഇൻവേഴ്സ് ഈസ് എ സിമെട്രിക് മെട്രിക്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി, മൂന്നാമത്തെ പ്രോപ്പർട്ടി, എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് ഓൾവേസ് എ സിമെട്രിക് മെട്രിക്സ്. അതായത് എ എന്ന് പറയുന്ന ഏതോ ഒരു മെട്രിക്സ് ആയിക്കോട്ടെ, ഫോർ എനി മെട്രിക്സ് എ,
എ എന്ന് പറയുന്ന ഏതോ ഒരു മെട്രിക്സ് ആണ്, പക്ഷേ എ പ്ലസ് എ ട്രാൻസ്പോസും എടുത്തു കഴിഞ്ഞാൽ ഇത് എപ്പോഴും ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എ എന്ന് പറയുന്ന ഏതോ ഒരു മെട്രിക്സ് ആണ്, സിമെട്രിക് ആണെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ ഏത് മെട്രിക്സിനും ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും. എ പ്ലസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എ ട്രാൻസ്പോസ് പ്ലസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് കിട്ടും അല്ലേ. എ ട്രാൻസ്പോസ് പ്ലസ് എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ തന്നെയാണ് കിട്ടുക. മെട്രിക്സ് അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ആണ്, സോ നമുക്ക് എ പ്ലസ് എ ട്രാൻസ്പോസ് എഴുതാം. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എ പ്ലസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്, നമുക്ക് എ പ്ലസ് എ ട്രാൻസ്പോസ് തന്നെ കിട്ടി. അതായത് ഒരു മെട്രിക്സ്, ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ അതേ മെട്രിക്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ മെട്രിക്സ് എന്തായിരിക്കും? ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ പ്രോപ്പർട്ടി, ഇഫ് എ ഈസ് എ സിമെട്രിക് മെട്രിക്സ് then K into A is also a symmetric matrix. ഓക്കെ, ഇതെങ്ങനെ ചെക്ക് ചെയ്യാം? എ എന്ന് പറയുന്ന ഒരു സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ അതിനൊരു സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സും സിമെട്രിക് തന്നെ ആയിരിക്കും. കാരണം എന്താ? കെ എ ദ ഹോൾ ട്രാൻസ്പോസ് എടുത്ത് നോക്കാം നമുക്ക്. അപ്പം എന്താ കിട്ടുക? കെ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്നാണ് കിട്ടുക അല്ലേ. കെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ കെ തന്നെയാണ് വരിക. അപ്പം കെ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് കിട്ടും. ഇനി എ എന്ന് പറയുന്ന ഒരു സിമെട്രിക് മെട്രിക്സ് അല്ലേ, അപ്പം നമുക്ക് കെ ഇൻറ്റു എ എന്ന് എഴുതാലോ. കെ എ ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ അതേ മെട്രിക്സ് കിട്ടി. സോ നമുക്ക് പറയാം ഈ കെ എ എന്ന് പറയുന്ന ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. ഇത് എ ബിയിൽ വർക്കാവും. എ ഇൻറ്റു ബിയിൽ എപ്പോഴാണ് വർക്കാവുക? നമുക്കിങ്ങനെ പറയാം, ഇഫ് എ ആൻഡ് ബി ആർ സിമെട്രിക് മെട്രിക്സ്, സമമിതം എന്നാണ് കേട്ടോ, മറന്നു പോകരുത്, സമമിതം തന്നെയാണ് ചോദിക്കുന്ന എക്സാമിന്. ഇഫ് എ ആൻഡ് ബി ആർ സിമെട്രിക് then AB is symmetric. If and only if AB equal to B അല്ലെങ്കിൽ A and B are commute. A and B are commute. ഇതൊരു എക്സാമിന് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഞാൻ പ്രോപ്പർട്ടി ആയിട്ട് എഴുതിയേ ഉള്ളൂ. എയും ബിയും സിമെട്രിക് ആണെങ്കിൽ ഈ പ്രോഡക്റ്റ് സിമെട്രിക് മെട്രിക്സ് ആവുന്നത് എപ്പോൾ മാത്രമാണ്? എയും ബിയും കമ്മ്യൂട്ട് ചെയ്യുമ്പോൾ മാത്രമാണ്, ക്രമനിയമം പാലിക്കുമ്പോൾ മാത്രമാണ്. എയും ബിയും സമമിത മെട്രിക്സുകളാണെങ്കിൽ എ ബി എന്നത് സമമിത മെട്രിക്സ് ആവണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? എയും ബിയും ക്രമനിയമം പാലിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. എയും ബിയും സിമെട്രിക് ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണെന്നും ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ആണെന്നും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എ ബിയുടെ ഹോൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എ ബിയുടെ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ബി തന്നെയാണ്, എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്, കാരണം സിമെട്രിക് ആയതുകൊണ്ട് ബി എന്ന് കിട്ടി. ഇനി ഇത് സിമെട്രിക് ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ഇത് കമ്മ്യൂട്ട് ചെയ്താൽ മാത്രമേ, അതായത് എ ബിയും ബി എയും ഈക്വൽ ആവുന്ന കേസിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? എ ബിയുടെ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ബി ദിസ് ഈസ് ഈക്വൽ ടു എ ബി ആണെങ്കിൽ മാത്രമേ എ ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എ ബി കിട്ടുള്ളൂ അല്ലേ. അതായത് എ ബി എന്ന് പറയുന്നത് സിമെട്രിക് ആവുള്ളൂ. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ സിമെട്രിക് മെട്രിക്സിന്റെ പ്രോപ്പർട്ടീസ് വരുന്നത്. അപ്പം നമ്മളുടെ ഇനി നമുക്ക് പറയാനുള്ളത്, ഇനി ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് സിമെട്രിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളോട് എ ബി മൈനസ് ബി എ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ തരും. അതായത് നമ്മൾ നെക്സ്റ്റ് വൺ ജസ്റ്റ് ഒന്ന് എഴുതാണേ. എയും ബിയും സിമെട്രിക് മെട്രിക്സ് ആണ്. എയും ബിയും സിമെട്രിക് മെട്രിക്സ് ആണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാമെന്നാണ് പറയുന്നത്. സിമെട്രിക് മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുകയാണ് എ ബി മൈനസ് ബി എനെ കുറിച്ച് എന്താ പറയാൻ പറ്റുക? ഇത് സമമിതമായിരിക്കും, ന്യൂന സമമിതമായിരിക്കും, ഇൻവല്യൂട്ടറി ആയിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എ ബി മൈനസ് ബി എ സിമെട്രിക് ആണോ അല്ലയോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എ ബി മൈനസ് ബി എ എന്ന് പറയുന്നത് എൻ്റെ ട്രാൻസ്പോസ് എടുക്കാം. അപ്പം നമുക്ക് എന്താ കിട്ടാം? ഇവിടെ പ്ലസ് ആക്കുന്നുണ്ടേ. എ ബി പ്ലസ് ബി എ ഹോൾ ട്രാൻസ്പോസ്, ഇത് സമമിതമാണോ, സിമെട്രിക് മെട്രിക്സ് ആണോ, സ്ക്യൂ സിമെട്രിക് ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ എ ബി പ്ലസ് ബി എ ഹോൾ ട്രാൻസ്പോസ് നമ്മൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. എന്നിട്ട് ഈ മെട്രിക്സ് തന്നെയാണോ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്താൽ മതി. എ ബി ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് എ ബി ട്രാൻസ്പോസ് പ്ലസ് ബി എ ട്രാൻസ്പോസ് എന്ന് എഴുതാം അല്ലേ. വീണ്ടും നമുക്ക് ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് എന്ത് എഴുതാം? ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് എന്ന് എഴുതാം, പ്ലസ് ഇവിടെ എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് എന്ന് എഴുതാം. എയും ബിയും സിമെട്രിക് ആയതുകൊണ്ട് ബി എ പ്ലസ് എ ബി എന്ന് എഴുതാം. മെട്രിക്സ് അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എ ബി പ്ലസ് ബി എന്ന് കൊടുക്കാം.
അപ്പോൾ നമുക്ക് എന്ത് പറയാം, എ ബി പ്ലസ് ബി എയുടെ ഹോൾ ട്രാൻസ്പോസ് എടുത്തപ്പം എ ബി പ്ലസ് ബി എ തന്നെ കിട്ടി. സോ എ ബി പ്ലസ് ബി എ എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണ് എന്ന് പറയാം. ഇങ്ങനെയാണ് നമ്മൾ സിമെട്രിക് മെട്രിക്സ് ആണോ നമുക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കിയിട്ട് അത് തന്നെയാണോ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്താൽ മതി. നമുക്ക് ഈസിയാണത് ചെയ്യാൻ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് എന്തായിരിക്കും പറയേണ്ടി വരിക, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് അല്ലേ. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്, ന്യൂന സമമിത മെട്രിക്സ്. ഒരു സമചതുര മെട്രിക്സ് ന്യൂന സമമിത മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ആയിരിക്കണം. ഒരു സമചതുര മെട്രിക്സ് ഉണ്ട്, അതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയണമെങ്കിൽ എ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എയുടെ നെഗറ്റീവ് ആയിരിക്കണം കിട്ടേണ്ടത്. അതായത് നമുക്ക് പറയാം എ ഐ ജെ ഈക്വൽ ടു മൈനസ് ഓഫ് എ ജെ ഐ ഫോർ ഓൾ ഐ ജെ. അതായത് ഐ ജെത്തെ എലമെന്റ് ജെ ഐത്തെ എലമെന്റിന്റെ നെഗറ്റീവിനോട് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയുള്ള എൻട്രീസ് വരുന്ന മെട്രിക്സ് ആണ് ഒരു ന്യൂന സമമിത മെട്രിക്സ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ എ ഈക്വൽ ടു 0 -3 5 3 0 5 -5 -1 0. ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കാം. നമുക്ക് എ ട്രാൻസ്പോസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുന്നത്, 0 3 -1. പിന്നെ കിട്ടുന്നത് -3 0 -1 and 5 1 0. നിങ്ങൾ നോക്കാം, ഇതെന്ത് തന്നെയാണ്, 0 3 ഇവിടെ -3 ആണ്, ഇവിടെ 3 വന്നു, ഇവിടെ 5 ആണ്, ഇവിടെ -5 വന്നു, ഇവിടെ 3 ആണ്, ഇവിടെ -3 വന്നു, 0 ഇവിടെ 1 ആണ്, -1 വന്നു. അതായത് എല്ലാത്തിൻ്റെയും നെഗറ്റീവ് അല്ലേ വന്നിരിക്കുന്നത്. ദിസ് ഈക്വൽ ടു -a, എ ട്രാൻസ്പോസ് ഈക്വൽ ടു -a. സോ എ ഒരു ന്യൂന സമമിത മെട്രിക്സ് ആണ്. അതിനെ വിഷമ സമമിത മെട്രിക്സ് എന്നും പറയും കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ന്യൂന സമമിത മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 0 ആയിരിക്കും. നിങ്ങൾ കണ്ടോ, ഇവിടെ എല്ലാം ഒരു ന്യൂന സമമിത മെട്രിക്സിന് എക്സാമ്പിൾ ആണ്. ഇതിൻ്റെ ഡയഗണൽ എൻട്രീസ് എല്ലാം 0 ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ന്യൂന സമമിത മെട്രിക്സിൻ്റെ എല്ലാ ഡയഗണൽ എൻട്രീസും 0 ആണെന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമുക്കിങ്ങനെ പറഞ്ഞൂടെ, എ ഐ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആവണമെന്നാണ് പറഞ്ഞത്. നമുക്കറിയാം എ ഐ ജെ ന്യൂന സമമിത മെട്രിക്സ് ആണെങ്കിൽ എ ഐ ജെ ഈക്വൽ ടു മൈനസ് എ ജെ ഐ ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഐയും വരുന്ന കേസിൽ ഒരു ഹോൾഡ് ചെയ്യണ്ടേ, ഫോർ ഓൾ ഐ ജെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എ ഐ ഈക്വൽ ടു മൈനസ് ഓഫ് എ ഐ ആയിരിക്കണം. ഓക്കെ, ഡയഗണൽ എൻട്രീസും അതിൻ്റെ നെഗറ്റീവ്സിനോട് ഈക്വൽ ആവണമെന്നാണ് പറയാം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, എ ഐ പ്ലസ് എ ഐ ഈക്വൽ ടു 0 എന്ന് എഴുതിക്കൂടെ, വിച്ച് ഇംപ്ലൈസ് 2ai ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് എ ഐ ഈക്വൽ ടു 0. അതായത് ഡയഗണൽ എൻട്രീസ് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ന്യൂന സമമിത മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 0 അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ട്രേസ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഈസ് 0. ട്രേസ് എന്താണെന്ന് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഈസ് 0. ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ട്രേസ് എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മളുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി. നമുക്ക് നോക്കാം ഓരോ പ്രോപ്പർട്ടീസ് ആയിട്ട്. എ മൈനസ് എ ട്രാൻസ്പോസ് ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഒരു വിഷമ സമമിത മെട്രിക്സ് ആണ് ആര്, എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എ മൈനസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു, ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് ആണോ കിട്ടുന്നതെന്ന് നോക്കിയാൽ മതി. എ മൈനസ് എ എന്ന് പറഞ്ഞ ഏതോ ഒരു മെട്രിക്സ് ആയിക്കോട്ടെ കേട്ടോ. എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. എ മൈനസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു, ഇതിന് നമുക്ക് ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് എ ട്രാൻസ്പോസ് മൈനസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് എഴുതാം. ദറ്റ് ഈസ് എ ട്രാൻസ്പോസ് മൈനസ് എ എന്ന് എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇതിന് നമുക്ക് ഇവിടെ എ മൈനസ് എ ട്രാൻസ്പോസുമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിനൊരു നെഗറ്റീവിന് ഔട്ട്സൈഡ് എടുക്കാം. സോ വി ഗെറ്റ് which is equal to negative of a minus a transpose എന്ന് എഴുതിക്കൂടെ. അതായത് എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ നമുക്ക് മൈനസ് ഓഫ് ദാറ്റ് മെട്രിക്സ് എന്ന് കിട്ടി. അതായത് എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. എ ബി എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ് ആണ്. സ്ക്യൂ സിമെട്രിക് ആണ്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. അതുപോലെ തന്നെ എ മൈനസ് ബി എന്ന് പറയുന്നതും സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി ആർ സ്ക്യൂ സിമെട്രിക്. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിപ്പം എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് എടുക്കാം. നമുക്ക് എന്താ കിട്ടാം, എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് കിട്ടും. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ മൈനസ് എ ആണ്, പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ മൈനസ് ബി ആണ്. ദറ്റ് ഈസ് മൈനസ് ഓഫ് എ പ്ലസ് ബി എന്ന് എഴുതാം.
ഓക്കെ, അപ്പോൾ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് എ പ്ലസ് ബി ആണ്. സോ എ പ്ലസ് ബി എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഇനി എ മൈനസ് ബിയുടെ കേസിലോ എ മൈനസ് ബി ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എ പ്ലസ് പ്ലസ് അല്ല മൈനസ് എ മൈനസ് മൈനസ് ബി എന്ന് എഴുതാം. ഇതിൽ നിന്നൊരു മൈനസിനെ നമുക്ക് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എ മൈനസ് ബി എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എ മൈനസ് ബി എന്ന് പറയുന്നതും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പവർ ഒന്ന് എടുക്കാം. പവേഴ്സിൻ്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്? അതിന് മുമ്പ് കെ if A is skew symmetric, then KA is skew symmetric. A skew symmetric ആണെങ്കിൽ KA എന്ന് പറയുന്ന മെട്രിക്സും skew symmetric ആയിരിക്കും. അതായത് നമുക്ക് നോക്കാം, KA the whole transpose equal to K into A transpose എന്ന് എഴുതാം അല്ലേ. that is equal to K into minus A, it is equal to minus of KA എന്ന് എഴുതാം. സോ KA എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പവേഴ്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് നോക്കാം. പവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ A എന്ന് പറയുന്ന ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. A is a skew symmetric matrix. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഒരു വിഷമ സമമിത മെട്രിക്സ് ആണ് എ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ റേസ് ടു എൻ കണ്ടുപിടിച്ചു നോക്കാം. എ റേസ് ടു എന്നിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന്. അപ്പം നമുക്ക് എ റേസ് ടു എൻ എന്ന് പറയുന്നത് രണ്ട് കേസായിട്ടാണ് കിട്ടുക. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. എ റേസ് ടു എൻ ഇവിടെ തന്നെ എഴുതാം അല്ലേ. എ റേസ് ടു എന്നിനെ കുറിച്ചാണ് പറയുന്നത്. സോ നമുക്ക് എ റേസ് ടു എൻ ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു, നമുക്കിതിനെ ഇങ്ങനെ എഴുതി കൂടെ എ ഇൻറ്റു എക്സെട്ര അപ് ടു എ ദ ഹോൾ ട്രാൻസ്പോസ്. നമുക്ക് പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് എന്ത് കൊടുക്കാം? എ ട്രാൻസ്പോസ് എക്സെട്ര അപ് ടു എ ട്രാൻസ്പോസ്. പിന്നെ നമുക്ക് എ ട്രാൻസ്പോസ് ദ ഹോൾ റേസ് ടു എൻ എന്ന് കൊടുക്കാം അല്ലേ. ഓക്കെ, എ ട്രാൻസ്പോസ് ദ ഹോൾ റേസ് ടു എൻ. ഈ എ ട്രാൻസ്പോസ് ദ ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത്, എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയതുകൊണ്ട് മൈനസ് എ ആണ്. മൈനസ് എ ദ ഹോൾ റേസ് ടു എൻ എന്ന് കിട്ടും. ഈ എൻ ഓഡ് നമ്പർ ആണെങ്കിൽ ഇത് നെഗറ്റീവ് വരും, എൻ ഈവൻ നമ്പർ ആണെങ്കിൽ ഇത് പോസിറ്റീവ് വരും അല്ലേ. അപ്പം നമുക്ക് എൻ ഓഡ് ആണെങ്കിൽ, എൻ എന്ന് പറയുന്നത് ഓഡ് ആണെങ്കിൽ എ റേസ് ടു എൻ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താ കിട്ടുന്നത്? മൈനസ് എ കിട്ടും. ഓക്കെ, ഇനി എൻ ഈവൻ ആണെങ്കിലോ? എൻ ഈവൻ ആണെങ്കിൽ എ റേസ് ടു എൻ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ആയിപ്പോ. അപ്പം നമുക്ക് എൻ ഓഡ് ആണെങ്കിൽ എ റേസ് ടു എൻ ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ റേസ് ടു മൈനസ് എ റേസ് ടു മൈനസ് എ റേസ് ടു എൻ വിട്ടുപോയിട്ടുണ്ട്. അതാ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതുക, മൈനസ് 1 റേസ് ടു എൻ ഇൻറ്റു എ പവർ അല്ലേ. അപ്പോൾ നമുക്കിവിടെ -1 എൻ ഓഡ് ആണെങ്കിൽ മൈനസ് എ റേസ് ടു എൻ. ഇവിടെ എൻ ഈവൻ ആണെങ്കിൽ ഇവിടെ -1 ഹോൾ റേസ് ടു എൻ പോസിറ്റീവ് ആയിപ്പോൾ എ റേസ് ടു എൻ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ശരിക്കും എ റേസ് ടു എ എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്, പ്രത്യേകം ഓർക്കണം. ആ കേസിൽ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. എ റേസ് ടു എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ട് കേസാണ് വരിക. സിമെട്രിക് ആയിരിക്കും. എപ്പോൾ സിമെട്രിക് ആയിരിക്കും? ഇഫ് എൻ ഈസ് ഈവൻ. ഓക്കെ, സ്ക്യൂ സിമെട്രിക് ആയിരിക്കും if n is odd. കൺഫ്യൂഷൻ ആയി പോകരുത്. ഇവിടെ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. എ എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്, അതാണ് നമ്മുടെ അസംപ്ഷൻ. എ എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ എ റേസ് ടു എന്നിന് രണ്ട് കാറ്റഗറി ഉണ്ട്, അതാണ് പറഞ്ഞത്. എ റേസ് ടു എന്നിന് രണ്ട് കാറ്റഗറി ഉണ്ട്. എ റേസ് ടു എൻ എന്ന് പറയുന്നത് സിമെട്രിക് ആയിരിക്കും ഇഫ് എൻ ഈസ് ഈവൻ ആകുമ്പോൾ. എ റേസ് ടു എൻ എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് ആയിരിക്കും ഇഫ് എൻ ഈസ് ഓഡ് ആകുമ്പോൾ. അതാണ് ഈ സംഭവിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ നോക്കിയേ, എ റേസ് ടു എൻ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ റേസ് ടു എൻ തന്നെയാണ് കിട്ടിയത്. പക്ഷേ എ എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് ആയിട്ട് പോലും എ റേസ് ടു എൻ തന്നെ കിട്ടി ട്രാൻസ്പോസ് എടുത്തപ്പോഴേ. അപ്പോൾ ഇത് സിമെട്രിക് ആണ്. എ റേസ് ടു എൻ എന്ന് പറയുന്നത് സിമെട്രിക് ആണ്. പക്ഷേ ഇവിടെ നമുക്ക് എ എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. അതിൻ്റെ പവറിൻ്റെ ട്രാൻസ്പോസ് എടുത്തപ്പം മൈനസ് ഓഫ് ദാറ്റ് പവർ എന്നാണ് കിട്ടിയത്. അപ്പോൾ ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ സിമെട്രിക്കിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ സിമെട്രിക്കിൻ്റെ കേസിൽ ഈ പ്രോപ്പർട്ടി എങ്ങനെയാണ് വരുന്നത്? സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ ഈ പ്രോപ്പർട്ടി
സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ if A is a symmetric matrix, അങ്ങനെയാണെങ്കിൽ a raised to n എന്ന് പറയുന്നത് എന്തായിരിക്കും? a raised to n സിമെട്രിക് ആയിരിക്കും, ഈസ് ഓൾസോ സിമെട്രിക്. ഇങ്ങനെ വരാൻ നോക്കാം നമുക്ക്. a raised to n the whole transpose equal to നമുക്ക് എങ്ങനെ എഴുതാം? a into a into etc up to a the whole transpose എഴുതാം. ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് a transpose etc up to a transpose എന്ന് കൊടുക്കാം. ഇനി a എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് തന്നിട്ടുണ്ട്? a എന്ന് പറയുന്നത് സിമെട്രിക് ആണെന്ന് തന്നിട്ടുണ്ട്. സോ which is equal to a into a into a എന്ന് വരും. that is equal to a raised to n. അതായത് a raised to n the whole transpose എടുത്തപ്പോൾ നിങ്ങൾക്ക് a raised to n തന്നെയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ഒരു a എന്ന് പറയുന്നത് സിമെട്രിക് ആണെങ്കിൽ a raised to n എന്ന് പറയുന്നതും സിമെട്രിക് ആയിരിക്കും. പക്ഷേ സ്ക്യൂ സിമെട്രിക്കിൻ്റെ കേസിൽ രണ്ടെണ്ണം വരും. അത്രയേ ഉള്ളൂ കേട്ടോ. കൺഫ്യൂഷൻ ആയി പോകണ്ട. എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഇത്തിരി വട്ടം പറഞ്ഞത്. അപ്പം നെക്സ്റ്റ് the determinant of an odd skew symmetric matrix is 0. നല്ല മഴ പെയ്യുന്നുണ്ട്. ഒരു ഓഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. അപ്പം ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഓഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. ഇതെങ്ങനെ സംഭവിക്കുന്നത് നോക്കാം. നമുക്ക് എന്തറിയാം? a ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ആണെന്നറിയാം അല്ലേ? a ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ആണെന്നറിയാം. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനന്റ് എടുക്കാം നമ്മൾ രണ്ട് സൈഡിലും. സോ ഡിറ്റർമിനന്റ് ഓഫ് a ട്രാൻസ്പോസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് മൈനസ് എ എന്ന് വരും. ഞാൻ ഇതിനെ ഒന്ന് ഇങ്ങനെ എഴുതുന്നുണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് a ട്രാൻസ്പോസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് മൈനസ് എ എന്ന് വരും. ഓക്കെ, ഇവിടെ ഞാൻ a എന്ന് പറയുന്നത് ഒരു n/n മെട്രിക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം n എന്ന് പറയുന്നത് ഓടാണ്. ഇങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് a ട്രാൻസ്പോസ് എന്ന് പറയുന്നതും ഡിറ്റർമിനന്റ് ഓഫ് എയും ഈക്വൽ ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഈ മൈനസിന് ഞാൻ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ -1 the whole raised to n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ എന്നല്ലേ വരാം. ഇനി -1 the whole raised to n എന്ന് പറയുന്നത് n ഓടാണെന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്ത് വരും? -a എന്ന് വരും അല്ലേ? അതായത് നമുക്കിവിടെ കിട്ടുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് എ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിറ്റർമിനന്റ് ഓഫ് എ പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0. അതായത് 2 ടൈംസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം? ഡിറ്റർമിനന്റ് ഓഫ് എ 0 ആണ്, 2 0 ആവില്ലല്ലോ. ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 ആണ്. അതായത് n ഓടാണെങ്കിൽ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എപ്പോഴും 0 ആയിരിക്കും. ഇങ്ങനെയുള്ള ഷോർട്ട് കട്ട് പറയുന്ന പുതിയൊരു പ്രോബ്ലം വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ്. പിന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യം, ഇതിൻ്റെ പ്രൂഫ് ഞാൻ പറയുന്നില്ല. The determinant of a real skew symmetric matrix is always non-negative. പറയണമെങ്കിൽ കുറച്ച് അധികം കാര്യങ്ങൾ അറിയണം, അതുകൊണ്ടാണ് പ്രൂഫ് പറയാത്തത്. ഓക്കെ, ഒരു റിയൽ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് സിംപിളി ഒരു റിയൽ ആയിരിക്കണേ, മസ്റ്റ് ആയിട്ട് റിയൽ ആയിരിക്കണം. റിയൽ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവോ അല്ലെങ്കിൽ 0 ആയിരിക്കും. അതിൽ നെഗറ്റീവ് വരാൻ സാധ്യതയില്ല. അതൊക്കെ പറയണമെങ്കിൽ ഈഗൺ വാല്യൂസൊക്കെ എത്തണം, അതുകൊണ്ടാണ് അതിൻ്റെ പ്രൂഫ് പറയാത്തത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിറ്റർമിനൻസിൻ്റെ കേസിൽ, സ്ക്യൂ സിമെട്രിക്കിൻ്റെ കേസിൽ പറയാനുള്ളത്. ഇനി നമുക്കൊരു നോട്ട് പറയാം. അതായത് എ മെട്രിക്സ് വിച്ച് ഈസ് ഒരു മെട്രിക്സ് ഉണ്ട് വിച്ച് ഈസ് സിമെട്രിക് ആസ് വെൽ ആസ് സ്ക്യൂ സിമെട്രിക്. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എക്സാമിന്. ഈസ് എ സീറോ മെട്രിക്സ്. അതായത് ഒരു മെട്രിക്സ് ഉണ്ട്, ആ മെട്രിക്സ് സ്ക്യൂ സിമെട്രിക്കും ആണെന്ന് പറഞ്ഞാൽ ആ മെട്രിക്സ് ഏതായിരിക്കും? 0 മെട്രിക്സ് ആണ്. അതായത് ഒരു സമമിതവും വിഷമ സമമിതവുമായ മെട്രിക്സ് ഏത് മാത്രമേ ഉള്ളൂ? 0 മെട്രിക്സ് മാത്രമേ ഉള്ളൂ എന്നർത്ഥം. ഇനി നമുക്ക് റിസൾട്ട് പറയാം. ഏതൊരു സമചതുര മെട്രിക്സിനെയും ഒരു സമമിത മെട്രിക്സിൻ്റെയും വിഷമ സമമിത മെട്രിക്സിൻ്റെയും തുകയായിട്ട് എഴുതാൻ പറ്റും.
That is, any square matrix can be expressed as the sum of the symmetric and a skew symmetric matrix. ഏതൊരു സമചതുര മെട്രിക്സിനെയും ഒരു സമമിത മെട്രിക്സിൻ്റെയും വിഷമ സമമിത മെട്രിക്സിൻ്റെയും തുകയായിട്ട് എഴുതാൻ പറ്റും. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, എ എന്ന് പറയുന്നത് ഒരു എനി സ്ക്വയർ മെട്രിക്സ് ആയിക്കോട്ടെ, നമുക്ക് പറയാം എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും, ഞാൻ പറഞ്ഞു കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും സിമെട്രിക് മെട്രിക്സ് എപ്പോഴും സിമെട്രിക് മെട്രിക്സ് തന്നെയായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ മൈനസ് എ ട്രാൻസ്പോസ് ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ആയിരിക്കും. ഓക്കെ, രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ. ദാറ്റ് ഈസ് എ ക്യാൻ ബി റിട്ടൺ ആസ് എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2 പ്ലസ് എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2. ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്, ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഏതൊരു മെട്രിക്സിനെയും അതിൻ്റെ ഏതൊരു മെട്രിക്സിനെയും ഒരു സമമിത മെട്രിക്സിൻ്റെയും ഒരു ന്യൂന സമമിത മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതാൻ പറ്റും, തുകയായിട്ട് എഴുതാൻ പറ്റും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത് ഡയഗണൽ മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞു, ഡയഗണൽ മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സും ലോവർ ട്രയാങ്കുലർ മെട്രിക്സും അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും പറഞ്ഞു, സിമെട്രിക് മെട്രിക്സും സ്ക്യൂ സിമെട്രിക് മെട്രിക്സും പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്സ് ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏഗൻ വാല്യൂസിൻ്റെ പ്രോപ്പർട്ടീസും വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. നമുക്കത് മാത്രമേ ഉള്ളൂ പഠിക്കാൻ ഈ കാര്യമായിട്ട്, റാങ്കും ഏഗൻ വാല്യൂസും സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസും. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതുകൊണ്ടാണ്, സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ്, സോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് പറയണം. ക്ലാസ്സുകളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.